ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അബദ്ധത്തിൽ പോലും ആരും എന്റെ അമ്മയോട് പറഞ്ഞു പോരുത്. പറഞ്ഞ പിന്നെ എന്റെ അമ്മ ഉണ്ടാവില്ല. ആരും പറയില്ല മോളെ. നീ തേടി പോകുന്നതേ ഒരമ്മയുടെ മാത്രം ചങ്കിടിപ്പല്ല മോളെ. അമ്മേ, എന്താ എന്താ ഇത്ര സന്തോഷം? ഞാനേ ഡോക്ടറെ ഒന്ന് വിളിക്കട്ടെ. എന്തിന്? അമ്മയുടെ ഓപ്പറേഷനുള്ള പണം ഒത്തൊന്ന് പറയാൻ. നിനക്ക് ലോട്ടറി അടിച്ചോ? അടിച്ചു. പക്ഷേ ഒരു ടിക്കറ്റ് എടുത്തു വെച്ച് നമ്പർ നോക്കുന്ന അർഹതയില്ലാത്ത ലോട്ടറി അല്ല, അർഹതയുള്ള ലോട്ടറിയാ. അമ്മേ, ഞാനേ സുന്ദരി ചേച്ചി കണ്ടു. ഈ ആഴ്ച തന്നെ പണം തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് കാശ് കൊടുക്കാലോ. ഞാനേ ഡോക്ടറെ ഒന്ന് വിളിക്കട്ടെ. അത് മോളെ, ഞാനൊന്ന് പറയട്ടെ. പറയൂ. സുന്ദരി തരുന്ന കാശ് കൊണ്ട് നിന്റെ കല്യാണം നടത്തിയാലോ? ആ, ബെസ്റ്റ്. ഞാനിപ്പോ അത്യാവശ്യമായിട്ട് കല്യാണം കഴിക്കാൻ നിൽക്കാണല്ലോ. അതാവുമ്പോ അമ്മയ്ക്കൊരു ധൈര്യമല്ലേടി? ഇതാവുമ്പോ മോൾക്കൊരു ധൈര്യം. ഞാൻ പറയുന്നൊന്ന് മിണ്ടാതിരുന്നാ മതി. എന്തെങ്കിലും തരത്തിൽ ആശ്വസിച്ചൊന്ന് കേറി വരുമ്പോ അപ്പൊ തുടങ്ങിക്കോളും ഓരോ തടസ്സം. ഞാനേ ഡോക്ടറെ ഒന്ന് വിളിച്ചു കഴിയട്ടെ, എന്നിട്ട് ബാക്കി പറഞ്ഞാ മതി. ഹലോ. ഹലോ ഡോക്ടറെ, ഞാൻ കൃഷ്ണയാ. തങ്കം എന്ന് പറഞ്ഞ പേഷ്യന്റിന്റെ. പറയൂ ഡോക്ടറെ, അമ്മയുടെ ഓപ്പറേഷനുള്ള പണമൊക്കെ ശരിയായി. ഓ, വെരി ഗുഡ്. ഇനി അന്ന് പറഞ്ഞ പോലെ ഓപ്പറേഷൻ നടത്താൻ പറ്റുമല്ലോ അല്ലേ? നമുക്ക് അടുത്ത ആഴ്ച തന്നെ നടത്താം. അത് മതി ഡോക്ടറെ, ഞാൻ നാളെ വിളിച്ചോളാം. ഓക്കെ ഡോക്ടർ. അപ്പൊ എല്ലാം ഓക്കെ. അങ്ങനെ കാത്തിരുന്ന് അമ്മയുടെ ഓപ്പറേഷൻ തീരുമാനിച്ചു. ഒരുപാട് സന്തോഷം ഉള്ളിൽ കയറി ഇരുന്നിട്ടേ വിശന്ന് പൊരിഞ്ഞിരിക്കാൻ ഞാൻ. ആദ്യം എനിക്ക് മധുരെന്താ, എന്നിട്ട് മനസ്സറിഞ്ഞ് എനിക്ക് എന്തേലും കഴിക്കണം. നിന്റെ ഒരു കാര്യം. അമ്മേ, ഇന്നലെ വരെ എന്റെ മുന്നിൽ ഒരു ഉത്തരവില്ലായിരുന്നു. പക്ഷെ ഇപ്പോ ഉണ്ട്. നമുക്ക് ഇതുപോലെയുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ പോരെ അമ്മേ? ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഇനി കുറെ കാലം നമ്മൾ അടിച്ചു പൊളിച്ച് ജീവിക്കില്ലേ? ഞാനേ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഇന്ന് ഈവനിങ്ങിന് മുമ്പ് അത് ഓക്കെ ആയിരിക്കണം. അതിനെന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്തോളൂ. നോ എക്സ്ക്യൂസസ്. ഡു വാട്ട് ഐ സെഡ്. ഓക്കെ? 9 മണിയാ നവീൻ വർമ്മ പറഞ്ഞ സമയം. മോള് റെഡിയല്ലേ? മാഡം, ഞാൻ ചോദിക്കുന്നുണ്ടെന്ന് തോന്നരുത്. നവീൻ വർമ്മ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിരുന്നെങ്കിലും മാഡത്തിന് അതങ്ങ് ഒഴിവാക്കായിരുന്നു. എന്തിനാ ഒരു റിസ്ക് എടുക്കുന്നേ? ഇത് റിസ്ക് ഒന്നും അല്ല സിനു. ചെറിയൊരു ഹൈഡ് ആൻഡ് സീക്ക് കളി. എന്റെ മോളത് ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യും. മറിച്ചാണ് സംഭവിക്കുന്നെങ്കിലും നവീൻ വർമ്മയ്ക്ക് ഗാഥമോളുടെ അഭിപ്രായം മാറ്റിയെടുക്കാൻ പറ്റിയ? അവൻ പ്രൂവ് ചെയ്യട്ടെ. സമ്മാനം ജയിക്കുന്നവർക്കല്ലേ. അങ്ങനെ നവീൻ വർമ്മയ്ക്ക് എന്റെ മോളെ ഇംപ്രസ് ചെയ്യാൻ പറ്റിയ, സ്വാഭാവികമായും അവര് മടങ്ങുന്നത് ഒന്നിച്ച് ജീവിക്കാനുള്ള ഒരു തീരുമാനമായിട്ടായിരിക്കുമല്ലോ. മമ്മി, ഐ ആം റെഡി. മമ്മി, ഞാനിനി എന്താ ചെയ്യണ്ടേ? ഈ 24 മണിക്കൂർ കൊണ്ട് നവീൻ ഗോപാൽ വർമ്മയുടെ അഹങ്കാരം മാത്രം കുറച്ചാൽ മതിയോ, അതോ ഇനി ആരെയും വെല്ലുവിളിക്കാത്ത രീതിയിൽ അയാളെ അങ്ങ് പൂർണ്ണമായും ഇല്ലാതാക്കണോ? അതൊക്കെ മോളുടെ ഇഷ്ടം. പക്ഷെ ഒരു കാര്യം മമ്മി പറയാം. നവീൻ പറഞ്ഞ പോലെ ഈ 24 മണിക്കൂർ കൊണ്ട് അയാളുടെ കാര്യത്തിൽ മോക്കൊരു റീതിങ്കിങ് വന്നാ? നെവർ. ഞാൻ ഈ ചലഞ്ച് സ്വീകരിച്ചത് ജയിക്കാൻ വേണ്ടി തന്നെയാ. ആൻഡ് ഗാഥ ശ്രീനിവാസന് ഒരു ഓൾ ദി ബെസ്റ്റ് പറയാം. ഓൾ ദി ബെസ്റ്റ് മൈ ഡാർലിംഗ്. ദെൻ ഓക്കെ, മമ്മിക്ക് ഒരു നല്ല വാർത്തയുമായിട്ടെ ആഫ്റ്റർ 24 hours ഞാൻ തിരിച്ചെത്തും. അപ്പൊ ബൈ. ബൈ. എന്താ പ്രശ്നമുണ്ടല്ലോ? അയ്യോ, ഞാനിനി എന്ത് ചെയ്യുവേ? എന്താ അമ്മച്ചിക്ക് എന്താ പറ്റിയേ? അപ്പൊ നീ ഒന്ന് അറിഞ്ഞില്ല കൊച്ചേ? അമ്മച്ചി ഒരു കുറി ചേർന്നിരുന്നു. കുറിക്കാശ് മേടിക്കാൻ ചെന്നപ്പോഴേ കുറി വെച്ചവള് മുങ്ങി. ഏത് കുറിക്കാരി? ആ ശൃംഗാരി, ആ സുന്ദരി എന്റെ കാശും കൊണ്ടുപോയേ. സുന്ദരി ചേച്ചിയോ? ഞങ്ങൾക്കും കാശ് കിട്ടാനുണ്ട്. എല്ലാവർക്കും കിട്ടാണ്ട് വച്ചേ. കുറി കിട്ടിയവർക്കും പിടിച്ചവർക്കും ഒക്കെ 10 ദിവസത്തിനുള്ളിൽ തിരികെ തരാന്ന് അവള് പറഞ്ഞിരുന്നു. 1, 2 ഒന്നുമല്ല, ലക്ഷങ്ങളായി ഈ കരയിന്ന് പിരിച്ചോണ്ട് പോയിരിക്കുന്നത്.
നിങ്ങൾ എല്ലായിടത്തും അന്വേഷിച്ചിട്ടാണോ ഈ പറയുന്നത്? ഇനി അന്വേഷിക്കാൻ ഒരു ഇടവുമില്ല. ഇത് അവൾ അറിഞ്ഞുകൊണ്ട് ചെയ്താ. ഉള്ള കാശും കൊണ്ട് പോയപ്പോ നമ്മളെയൊക്കെ അങ്ങ് കൊല്ലായിരുന്നില്ലേ അവക്ക്. അയ്യോ അമ്മച്ചിക്ക് അറിയല്ലേ, നമുക്ക് എല്ലാവർക്കും കൂടി അവരുടെ വീട്ടിലൊന്ന് പോവാം. കുഞ്ഞുമോളെ, എന്റെ അങ്ങനെ വിട്ടുകൊടുത്തൂടാ. വേഗം വന്നേ. എന്റെ അമ്മച്ചി വന്നേ. കാശ് കൊണ്ടുപോയി മോളെ. വാ. ആദ്യത്തെ ബോട്ടിൽ അവള് കേറി പോകുന്നത് കണ്ടവരുണ്ട്. ആ വീട് പൂട്ടി ഭദ്രാക്കി അവള് പോയിട്ടുണ്ട്. തുറന്നു നോക്കണം. നമ്മുടെ പൈസയൊക്കെ അതിനകത്ത് പൂട്ടി വെച്ചിട്ടുണ്ടെങ്കിലോ? നമുക്കെന്നാ ബാക്കി പോയി നോക്കാം. ആ വാ നോക്കാം. ദൈവത്തെ പോലെ വിശ്വസിച്ചോ അമ്മച്ചി എന്നാ എന്നോട് പറഞ്ഞത്. സാധിച്ചു കളഞ്ഞല്ലോ. ഉണ്ണി, എന്താടി? ദേ ഇത് കണ്ടോ, സുന്ദരി ചേച്ചിയുടെ ഭർത്താവിന്റെ കത്ത കൊച്ചിന്ന് അയച്ചിരിക്കുന്ന. കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ പോലെ ചെയ്തിട്ട് നീ ഇങ്ങ് കൊച്ചിയിലേക്ക് പോര്. നമുക്കിനി കൊച്ചി മതിയെന്നാ എഴുതിയിരിക്കുന്നെ. അപ്പൊ പോയിരിക്കുന്ന കൊച്ചിയിലേക്കല്ലേ? സോ ഈ നിമിഷം മുതൽ ഇനി അങ്ങോട്ടുള്ള 24 hours എനിക്ക് അലോ ചെയ്ത് തന്നിട്ടുള്ളത് 24 മണിക്കൂർ പൂർത്തിയാവുമ്പോൾ നമ്മൾ തിരിച്ചെത്തും. Can we? കൃഷ്ണൻ, അവളെ അങ്ങനെ വിടാൻ പാടില്ല. പിടികൂടിയേ പറ്റൂ. നമുക്ക് ആദ്യം പോലീസിൽ പറഞ്ഞാലോ? പോലീസുകാർ കൈമലർത്തും. എന്തിനാ വിളുമാരുടെ അടുത്ത് കുറി വെക്കാൻ പോയെന്ന് ചോദിക്കും. അതേ ഉണ്ടാവും. പോലീസുകാരെ ചിലപ്പോ അവര് കാശ് കൊടുത്ത് ഒതുക്കും. പക്ഷെ നമ്മളെ ഒതുക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് എന്റെ അമ്മയുടെ ഓപ്പറേഷന് കാശ് വേണം. എനിക്ക് അവരെ കണ്ടുപിടിച്ചേ പറ്റൂ. ഞാൻ കൊച്ചിയിലേക്ക് പോകാൻ തീരുമാനിച്ചു. മോളെ, നീ കാര്യമായിട്ടാണോ പറയുന്നത്? നീ പോവോ? പോവൂ അമ്മച്ചി. എനിക്ക് സുന്ദരിയെ കണ്ടുപിടിച്ചേ പറ്റൂ. എന്റെ അമ്മയുടെ ഹൃദയമിടിപ്പ് ആ കാശ്. മോളെ, നീ പോകുന്നെങ്കിൽ പോകാനുള്ള ചെലവെല്ലാം ഞങ്ങൾ നോക്കിക്കോളാം. അവിടെ പോയി തിരയാനൊന്നും ഞങ്ങളെ കൊണ്ട് പറ്റില്ല. ഞാൻ പൊക്കോളാം. ഞാൻ പോയി കണ്ടുപിടിച്ചോളാം. കണ്ടുപിടിച്ച് ഞാൻ അവരെ ഇവിടെ കൊണ്ടുവരും, നിങ്ങളുടെയൊക്കെ കൺമുന്നില്. ദൈവം നിന്റെ കൂടെ ഉണ്ടാവും മോളെ, ഞങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഒരു കാര്യം, സുന്ദരി ചേച്ചി കുറിക്കാശും കൊണ്ട് മുങ്ങിയതോ ഞാൻ അവരെ അന്വേഷിച്ചു പോകുന്നതോ അബദ്ധത്തിൽ പോലും ആരും എന്റെ അമ്മയോട് പറഞ്ഞു പോകരുത്. പറഞ്ഞ പിന്നെ എന്റെ അമ്മ ഉണ്ടാവില്ല. ആരും പറയില്ല മോളെ. ഈ തേടി പോകുന്നതേ ഒരമ്മയുടെ മാത്രം ചങ്കിടിപ്പല്ല മോളെ.